ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പാളയം അശോകമാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ പ്രമുഖനായ നേതാവാണ്. അതുപോലെ തന്നെ വലിയൊരു ബിസിനസ്സുകാരനാണ്. തിരുവനന്തപുരത്തുകാരുടെ ജനമനസ്സുകളിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ പാളയം അശോക്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ പോഷക സംഘടനയാണ്. ഒരു എല്ലാ ജില്ലകളിലും അതിൻ്റെ ഓരോ കമ്മിറ്റികൾ ഉണ്ട്. അതിൻ്റെ എല്ലാം കൂടെ ഉത്തരവാദിത്വവും ഡോക്ടർ പാളയം അശോകനുണ്ട്. അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. ഈ ഡോക്ടർ പാളയം അശോക് എങ്ങനെയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ തിരുവനന്തപുരം ജനങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയത്? പിന്നെ മറ്റൊന്ന്, ഈ പാളയം അശോക് എന്നുള്ള പേരെങ്ങനെയാണ്? രസകരമായ ഡോക്ടർ പാളയം അശോക് എന്നുള്ള പേരെങ്ങനെയാണ്? അത് 1983 ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരു ചെറിയൊരു പ്രവർത്തനമായി, അതായത് പോസ്റ്റർ ഒട്ടിച്ച് നടന്ന ഒരു സമയമുണ്ടായി. AK ആൻ്റണി സാറിനെയൊക്കെ അന്ന് ആദരിക്കുന്ന ഒരു വ്യക്തി, AK ആൻ്റണി സാറിനെയും ലീഡറെയൊക്കെ വളരെ ആദരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയമായിരുന്നു ആ സമയം, 83 കാലഘട്ടം. അന്ന് ഞാൻ കോൺഗ്രസിൽ KSUവിലൂടെയാണ് കോൺഗ്രസിൽ പ്രവേശിക്കുന്നത്. അന്ന് ഓരോ ദിവസവും AK ആൻ്റണി സാറ് ഇവിടെ വരുമ്പോൾ, തിരുവനന്തപുരത്ത് വരുമ്പോൾ അതിൻ്റെ വരുന്ന ദിവസമൊക്കെ പോസ്റ്റർ ഒട്ടിക്ക് നമ്മളുടെ, അതായത് പാളയത്ത് ഒരു സീനത്ത് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, തൊട്ടപ്പുറത്ത് ഒരു പ്രൊവിഷൻ കടയുണ്ട്. അപ്പോൾ ഞാൻ അന്ന് 83 10 പൈസ കൊടുത്ത് ഒരു ചെറിയ ബക്കറ്റ് പോലത്തെ ഒരു സാധനത്തിൽ ഒരു കമ്പിട്ട് ഒരു സീനത്ത് ഹോട്ടലിൽ നിന്ന് ചൂടുവെള്ളം എടുത്ത് മൈദ വാങ്ങി ആ മൈദ ഇട്ട് കലർത്തിയിട്ടാണ് പോസ്റ്റർ കൊണ്ട് ഒട്ടിക്കുന്നത്. അന്ന് ആ ബക്കറ്റ് ഞാൻ ഒറ്റയ്ക്കാണ് പോയി ഒട്ടിക്കുന്നത്. അന്ന് KSUവിൽ നിൽക്കുമ്പോഴും ഞാൻ എല്ലാ പരിപാടിയും പോസ്റ്റർ ഒട്ടിക്കാൻ ഒറ്റയ്ക്കാണ് പോകുന്നു. പിന്നെ ആൾക്കാർ കൂടാൻ തുടങ്ങി. പിന്നെ KSUവിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി. അന്ന് ആ സമയത്തൊക്കെ നീലപ്രകോളായിട്ടുള്ള ഈ യാത്ര മുൻനിരയിലുണ്ടായിരുന്നു. അന്ന് ചാൾസിനൊരു വോട്ട് കൊടുക്കുന്നു, സുരേഷിനൊരു നോട്ടെന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ചുക്കാൻ പിടിച്ച് ഞാനും മണക്കാട് സുരേഷൊക്കെ പോകുന്ന ഒരു യാത്രയുണ്ടായിരുന്നു. ആ യാത്രകളിലെല്ലാം ഞങ്ങളുടെ ഒരു വലിയൊരു മൈലേജായിട്ടാണ് മുന്നോട്ട് പോയത്. അന്ന് ആ യാത്ര 2 ദിവസം ഞങ്ങൾ യാത്ര ചെയ്ത്, ആ യാത്ര എന്നൊന്നും ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വലിയൊരു യാത്രയാണ് നമ്മൾ ചെയ്തത്. ഞങ്ങൾ കുടിക്കുന്ന സുരേഷിനോടൊപ്പം യാത്ര തുടർന്ന് ഒരേ മുക്കിലും മൂലയിലും യാത്രകളിൽ ഞങ്ങളും പങ്കാളിയായി. ചാൾസിന് വോട്ട് ചോദിച്ച് അന്ന് യാത്ര തുടങ്ങി. അങ്ങനെ നല്ലൊരു യാത്ര തുടക്കമായിരുന്നു. അന്ന് അശോക് എന്ന് മാത്രമേ അറിയാവൂ, പാളയം അശോക് എന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ KSU യൂത്ത് കോൺഗ്രസ്സിൽ വന്നു. യൂത്ത് കോൺഗ്രസ്സിൽ വന്നപ്പോഴാണ് ഒരു ബാനർ തുടങ്ങി. ബാനർ കെട്ടും ഓരോ ആൾക്കാർ, നമ്മളിപ്പം ചെറിയാമ്പലിനെ പറ്റിയും ഒരു ബാനർ കെട്ടും, നേരിക്കുന്ന സ്ഥലത്തിനെ പറ്റി ഒരു ബാനർ കെട്ടും. ബാനർ കെട്ടുമ്പോൾ അത് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പാളയം അശോക് താരമിടും. അഭിനന്ദനങ്ങൾ, നേരിക്കുന്ന സ്ഥലം ചെറിയാമ്പലിക്കാൻ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ ഇടും. അങ്ങനെയാണ് അന്ന് പാളയം അശോകാണെന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങി. KSU യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളൊക്കെ ഒരുപാട് തുടങ്ങിയിട്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്? എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് അങ്ങയുടെ? ഒപ്പം തന്നെ ഈ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവിൽ അങ്ങേ ഏതെങ്കിലും നേതാവ് സ്വാധീനിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചൊന്ന് പറയും. കഴിഞ്ഞ 45 വർഷം കൊണ്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യഘട്ടത്തെ ലീഡറേയും AK ആൻ്റണി സാറിനെയും കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ AK ആൻ്റണി സാറിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ നിരീക്ഷിക്കുമായിരുന്നു. ആ നിരീക്ഷിച്ച് പോയുണ്ടായ കള്ളം ചെയ്യരുത്, സത്യസന്ധമായിട്ട് ഒരു ബിസിനസ് ചെയ്യണം. എനിക്ക് ആ കാലഘട്ടത്തൊക്കെ AK ആൻ്റണി സാറും MSS സാറൊക്കെ ഉപദേശിക്കുമായിരുന്നു, അശോക് സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യണം, സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കണ്ടുപഠിച്ച് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോടാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത്. ആ ബിസിനസ് ഇന്നും
സത്യസന്ധമായിട്ട് ഒരു അഴിമതിയില്ലാതെ സ്വസ്ഥമായിട്ട് 10 രൂപ അധ്വാനത്തിലൂടെ ഉണ്ടാക്കി ആ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അല്ലാതെ വേറൊന്നുമില്ല. ഞാൻ ഇന്നും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയം നയിക്കുന്നത്. ബിസിനസ്സിലൂടെയാണ് രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നത്. അങ്ങ് KSU യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു വന്നത്. ഒരുപാട് വർഷത്തെ കോൺഗ്രസ് പാരമ്പര്യം അങ്ങേക്ക് അവകാശപ്പെടാവുന്നതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. ഏത് കാലത്ത് അങ്ങ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്? ഞാൻ 80 കാലയളവിലാണ് കോൺഗ്രസ്സിൽ കടന്നു വരുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു കളിക്കൂട്ടുകാരനായിരുന്നു രഞ്ജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്. രഞ്ജിത്തും ഞാനും 80 കാലഘട്ടത്താണ് പരിചയപ്പെടുന്ന. ആ രീതിയിലാണ് രഞ്ജിത്തിൻ്റെ കൂടെയാണ് ഞാൻ കോൺഗ്രസ്സിലോട്ട് കടന്നു വരുന്നതും KSUലോട്ട് വരുന്നതും. ഇന്നും ആ രഞ്ജിത്ത് MLA കോട്ടീസുണ്ട്. അപ്പോൾ രഞ്ജിത്തിൻ്റെ കൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും KSUലൂടെ വരുന്നത്. KSUലൂടെ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് കയറുകയും ഇന്ന് നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗം അന്നത്തെ എൻ്റെ കളിക്കൂട്ടുകാരനായ രഞ്ജിത്ത് വഴിയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നത്. അന്ന് വന്നതിന് ശേഷമാണ് AK ആന്റണി സാറിനെയും ലീഡറെയും എല്ലാം ഞാൻ അവരെ കണ്ട് നിരീക്ഷിച്ച് മുന്നോട്ട് പോവുകയും അവരിലൂടെ ഞാൻ രാഷ്ട്രീയത്തിൽ നല്ല ഊർജത്തോടെ മുന്നോട്ട് വരികയും അവർ തന്ന ആ പാത പിന്തുടർന്നാണ് ഞാൻ ബിസിനസ് പോകുന്നത്. ബിസിനസ്സിൽ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്ത് സത്യസന്ധമായിട്ട് രാഷ്ട്രീയത്തിൽ വന്നു. ആ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 45 വർഷവും ഞാൻ സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു അഴിമതി എന്നിൽ നിന്ന് ആരും കേട്ടിട്ടില്ല. നേരായ വഴിയിൽ കൂടെ അന്ന് എനിക്ക് ഉപദേശം തന്നത് 3 പേരാണ്. AK ആന്റണി സാറ്, MS സാറ്, MS റാവുത്തർ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ MS റാവുത്തർ സാറ്. ഈ 3 പേരും പറഞ്ഞു തന്ന ആ വഴിയിലൂടെയാണ് ഇന്നും യാത്ര തുടരുന്നത്. ഞാൻ പോയ കാലങ്ങളൊന്നും ഓർക്കാതെ പോകാറില്ല. എല്ലാവരെയും ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. മനസ്സിൽ കണ്ട് ഇന്നലെ കണ്ട ആ ബന്ധം ഇന്നും തുടർന്നു പോകുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അവരോട് ഇന്നും ബന്ധം തുടർന്നു തന്നെ പോകുന്നു. രാഷ്ട്രീയത്തിൽ ആരെയും ഞാൻ പിണങ്ങി മാറി നിന്നിട്ടില്ല. എന്നോട് സൗഹൃദം കാണിക്കുന്നവരോട് ഇന്നും അത് തുടർന്ന് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.